ആദ്യ ന്യൂട്രിക്കാവിലേക്ക് വീണ്ടും സ്വാഗതം. ദാ ഈ കാണുന്ന സിമ്പിൾ നാടൻ ടേസ്റ്റി ലഞ്ച് ഉണ്ടാക്കിയാലോ? സോ നമ്മുടെ ലഞ്ചിലെ ഫസ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദാ ഈ കാണുന്ന വള്ളിപ്പയർ തോരനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ വള്ളിപ്പയർ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് തേങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് കുക്കിങ്ങിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. സ്വന്തമായ ഒരു അടുക്കള എന്നതായിരുന്നു ഒരു പ്രായം വരെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം. കുറച്ചുകൂടെ വലുതായി ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ അറിഞ്ഞപ്പോഴാണ് സ്വന്തമായ ഒരു അടുക്കള കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായത്. സോ നമ്മുടെ പാൻ അപ്പോഴേക്കും സ്റ്റൗവിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പായത് കാരണം എന്റെ വെളിച്ചെണ്ണ ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. സോ എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് ഇളക്കി വെച്ചിട്ടുള്ള നമ്മുടെ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്റെ വീട്ടിൽ അമ്മ അധികം വെള്ളം ചേർത്ത് കൊടുക്കാറില്ല, പക്ഷെ ഞാനൊരു ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഓ ഗൈസ്, ഉപ്പിടാൻ മറന്നു പോയിരിക്കുകയാണ്. സോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതിനെ മാറ്റി വെക്കാം. സോ നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ്. അതിനായിട്ട് 1/4 കിലോ ഞണ്ട്, 12 കുഞ്ഞുള്ളി, ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, 2 സവോള, പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചത്. സോ ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത് പെൺഞണ്ടാണെങ്കിൽ കുറച്ചധികം ഫ്ലഷ് കൂടുതൽ കാണുമത്രേ. അങ്ങനെ ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് എന്നുള്ള പ്രക്രിയയിലേക്ക് കടക്കാം. നമ്മുടെ പാത്രം ചൂടായതിനു ശേഷം എണ്ണ ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരൊറ്റ നുള്ള പെരിഞ്ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. കുഞ്ഞുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. സോ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ സവോള ആയതിനു ശേഷം 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കാണ്. മസാലയിൽ നിന്നും ആ എണ്ണ ഇറങ്ങിയതിന് ശേഷം നല്ലൊരു മണം വരും. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. തക്കാളി നന്നായിട്ട് വഴണ്ട് ഉടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തക്കാളി അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. ഉടയാത്ത തക്കാളികളെ ഞാൻ നമ്മുടെ തവി കൊണ്ട് ഇടിച്ചിടിച്ച് ഉടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഞണ്ട് വിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പച്ചമോര്. നല്ല കട്ട തൈര് ഉടച്ചെടുത്തിട്ടുള്ള മോര് നമ്മൾ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ചതച്ച് ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പുമിട്ടാൽ പച്ചമോര് റെഡി. അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കാം അല്ലേ? അങ്ങനെ നല്ല ചൂട് ചോറിന്റെ കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കറികളും കൂട്ടി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. മത്തി ഫ്രൈ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സംഭവം കിഡിലൻ ടേസ്റ്റ് ആണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്